നമസ്കാരം. പെരുന്നാൾ ദിനത്തിലും ഇറാന്റെ മിസൈൽ ആക്രമണം. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ മടിയില്ലാതെ ഇസ്രായേലുകൾ. പെരുന്നാൾ ദിനത്തിലും ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. ഖത്തറിലെ വാതക പ്ലാന്റിൽ അടക്കം കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണം. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് പ്രത്യാക്രമണം നടത്തുവാൻ ഇസ്രായേൽ രംഗത്ത് വീണ്ടും. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ കത്തുകയാണ്. ലോകം ഒരു ഊർജ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് ശക്തമാവുകയാണ്. ഗൾഫിലെ ഊർജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ വ്യോമാക്രമണം നടത്തുന്നു. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എണ്ണ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റായിട്ടുള്ള ഖത്തറിലെ റാസ് ലഫാനിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലും വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. UAE മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെങ്കിലും ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റി, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ലോകം ഊർജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് എന്നതാണ്. മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാണ് എന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഊർജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ഇവിടെ ബ്രന്റ് ക്രൂഡ് വില 5% വർദ്ധിച്ച് ബാരലിന് $109 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആക്രമണം നേരിട്ടിട്ടുള്ള ഊർജ കേന്ദ്രങ്ങളിൽ നിന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചിരിക്കുന്നു. ഖത്തറിലെ റാസ് ലഫാനിൽ ആളപായമില്ല എന്നും തീയണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും ഖത്തർ എനർജി വ്യക്തമാക്കുകയാണ്. കാരണം ഖത്തറിനെ അടക്കം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളടക്കം ഇറാന്റെ മിസൈൽ ആക്രമണം തകൃതിയായി നടക്കുന്നു. നേരത്തെ ഇറാന്റെ ദക്ഷിണ പാഴ്സ് വാതക പാടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ വലിയ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രായേലിന്റെ ഈ നടപടിയെ ഖത്തർ നിശിതമായി വിമർശിക്കുകയാണ്, അപലപിക്കുകയാണ്. കാരണം ഇസ്രായേലാണ് യുദ്ധത്തിന്റെ തുടക്കക്കാരെന്ന് തന്നെ പറയാം, കാരണക്കാരെന്ന് പറയപ്പെടുന്ന ഇസ്രായേലാണ് ഈ യുദ്ധം തന്നെ തുടങ്ങി വെച്ചത്. അവർ തന്നെയാണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇസ്രായേൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഖത്തർ നിശിതമായിട്ട് അപലപിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ നടപടിയെ. ഇവിടെ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി, ഒപ്പം സൈനിക കമാൻഡർ ഗൊലാം റസ സുലൈമാനി എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായത്. ലാരിജാനിയുടെ കൊലപാതകത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം ശക്തമായിട്ട് അപലപിച്ചിരിക്കുകയാണ്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വീണ്ടും നൽകിയിരിക്കുകയാണ്. ഇവിടെ സൗദിയിലെ റിയാദ് നഗരത്തിലെ ജനവാസ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 പ്രവാസികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. പ്രതിരോധ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. റിയാദിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗം നടക്കവെയായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയായിട്ടുള്ള അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ തുള്ളി രക്തത്തിനും അമേരിക്കയും ഇസ്രായേലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മുസ്തഫ ഖമേനി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ശത്രുക്കളുടെ ഭീകര പ്രവർത്തനങ്ങളാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്നും ഇതിൽ തീർച്ചയായിട്ടും നീതി നടപ്പാക്കുമെന്നും ഖമേനി വ്യക്തമാക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നെതന്യാഹുവിനെ വധിക്കുക എന്നുള്ളത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഇതിന് പിന്നാലെയാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിലും മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലാരിജാനിയുടെ മരണത്തോടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പുതിയ മേധാവിയായിട്ട് ആര് വരുമെന്ന ചർച്ചകൾ ഇറാനിൽ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലാരിജാനിയുടെ പകരക്കാരനായിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡർ മൊഹ്സൻ റസായിയെ നിയമിച്ചിരിക്കുന്നു. മുസ്തഫ ഖമേനിയുടെ സീനിയർ സൈനിക ഉപദേശകനായിട്ടുള്ള റസായിയെ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. 1981 മുതൽ 1997 വരെയുള്ള 16 വർഷക്കാലം ഈ IRGC കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു റസായി.
ഒന്നിലധികം തവണ ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് റസായി. 27-ാം വയസ്സിലാണ് റസായി ഇറാൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് എത്തപ്പെടുന്നത്. അപ്പോൾ പുതിയ ഒരു കമാൻഡറെ നിയമിക്കേണ്ടി വരുന്നു. കാരണം ലാരിജാനി കൊല്ലപ്പെട്ടതോടുകൂടി ഒരു അനാഥത്വം ഇറാന് ഫീൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിൽ അടക്കം മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതിയ കമാൻഡറായിട്ട് എത്തപ്പെടുന്നത് റസായി ആണ്. റസായിക്ക് 16 വർഷത്തിലധികം ദീർഘകാലത്തെ പാരമ്പര്യമുണ്ട് എന്നുള്ള അവകാശവാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആര് മരിച്ചാലും ആരെ കൊന്നാലും ഇറാൻ നെതന്യാഹുവിനെ കൊല്ലാതെ തിരിച്ചു മടക്കമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവരുടെ യാത്ര. അതൊരു നിലപാടാണ്, അല്ലെങ്കിൽ അതിനപ്പുറം അതൊരു തീരുമാനമാണ്. പെരുന്നാൾ ദിനമായിട്ട് കൂടിയും ഇറാന്റെ മിസൈൽ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത്, ഇസ്രായേലികൾ കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ മടിയില്ലാതെ വീണ്ടും വീണ്ടും ബോംബാക്രമണം നടത്തുന്നു എന്നുള്ളത് ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ യുദ്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.